ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരം. ഇന്ന് ആ നഗരത്തിൽ നിറയെ വെള്ളമാണ്. കൊടും കാറ്റും പെരും മഴയും. 2 നില വീടുകളുണ്ടെങ്കിൽ അതിന്റെ 2ാമത്തെ നിലയിൽ വരെ വെള്ളം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട് കണ്ടോ, അതിനുള്ളിൽ ചെറിയൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ കൂടെ തന്നെ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുമുണ്ട്. നിലവിൽ ആ വീടിന്റെ 2ാമത്തെ നിലയിൽ ഇവർ സേഫ് ആണെങ്കിലും പതിയെ പതിയെ അങ്ങോട്ടേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ പറ്റില്ല. നരഭോജികളായ സ്രാവുകൾ ആ വീടിന് ചുറ്റുമുണ്ട്. ഗർഭിണിയായിട്ടുള്ള ആ ഒരു സ്ത്രീയുമായിട്ട് ഈ പെൺകുട്ടിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ ഇല്ലയോ? ഇവരെ പോലെ തന്നെ വേറെയും 3 പിള്ളേർ മറ്റൊരു വീട്ടിൽ ഇതുപോലെ പെട്ടുകിടക്കുന്നുണ്ട്. അവർക്കും രക്ഷപ്പെടാൻ പറ്റുമോ? ഇതാണ് ഇന്ന് ഈ സിനിമയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, നല്ല ത്രില്ലടിപ്പിക്കുന്ന ഒരു കിടിലൻ സർവൈവൽ മൂവി തന്നെയാണിത്. സിനിമയുടെ പേര് സ്നേഹം തുളുമ്പുന്ന പ്രണയമീനുകൾ. ശരിക്കുള്ള പേര് മുകളിലുണ്ട്. എന്തായാലും നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം, കഥയുടെ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു ബീച്ച് സൈഡ് ടൗൺ കാണിക്കുകയാണ്. മാത്രമല്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. കടലിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം വലിയൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്. ഹെൻറി എന്നാണ് അതിനെ അവർ വിളിക്കുന്നത്. ആ ഒരു കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അധിക അളവിൽ കരയിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബീച്ച് സൈഡിലുള്ള ടൗണിലുള്ള ആൾക്കാരോട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറാൻ വേണ്ടി ഗവൺമെന്റ് വാണിംഗ് കൊടുക്കുന്നുണ്ട്. സോ ഈ വാണിംഗ് കടലിലേക്ക് പോയ ഒരാൾ കേൾക്കുന്നുണ്ട്. അവന്റെ പേര് ഡെയിൽ എഡ്വാർഡ് എന്നാണ്. സ്രാവുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ബയോളജിസ്റ്റ് ആണ് ഈ ഡെയിൽ എഡ്വാർഡ്. എന്തായാലും ഇങ്ങനെ ഒരു വാണിംഗ് കിട്ടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കടലിൽ നിന്നും അവൻ തിരിച്ചു പോകുന്നുണ്ട്. ഇവിടെ സീൻ കെട്ട ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് ബീച്ച് സൈഡിലെ ഒരു ടൗൺ ആയിട്ടുള്ള ആനിവലിലെ ഒരു വീട്ടിലാണ്. ആ വീട്ടിലാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള ഡെക്കോട്ടയുള്ളത്. ന്യൂസ് ചാനലോ അല്ലെങ്കിൽ റേഡിയോ ഇതൊന്നും ഓണാക്കാത്തത് കൊണ്ട് തന്നെ പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് അവൾക്ക് യാതൊരു ഐഡിയ ഇല്ല. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കുന്ന സമയത്ത് യാതൊന്നും വീട്ടിലില്ല. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ മേടിക്കാനായിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നല്ല കാറ്റും മഴയും. ശരിക്കും ഇപ്പോഴാണ് കാലാവസ്ഥ അല്പം മോശമാണെന്ന് ഡെക്കോട്ടയ്ക്ക് മനസ്സിലായത്. ഇപ്പൊ പുറത്തിറങ്ങിയ ഡെക്കോട്ടയെ കണ്ട അവളുടെ അയൽവാസി ചോദിക്കുന്നു, അല്ല മോളെ, നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? നിന്റെ അമ്മ മരിച്ചേ പിന്നെ നിന്നെ തീരെ കാണാനില്ലല്ലോ. അതുപോലെ തന്നെ മോളെ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാലാവസ്ഥ വളരെ മോശമായിട്ട് വരികയാണ്, വെള്ളം കയറാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോവാണ്. മോള് തൽക്കാലം ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം വീട്ടിലേക്ക് തന്നെ പോയിട്ട് വാതിലടച്ചിരുന്ന് കരയാൻ തുടങ്ങുകയാണ്. കാരണം അവൾക്കായിട്ട് ഇപ്പൊ ആരുമില്ല. കുറച്ച് നാളുകൾക്ക് മുന്നേ അവളുടെ അമ്മ മരണപ്പെട്ടു പോയി. ആ ഒരു ട്രോമയിൽ നിന്നും അവൾ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. ഇതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു നദിയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു 3 ടീനേജ് പിള്ളേരുണ്ട് കേട്ടോ. മഴ പെയ്യുന്ന സമയത്തും ഇവന്മാര് ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? മരത്തിന്റെ മുകളിൽ കയറിയിട്ട് താഴെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് അവരങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ മൂത്ത ആളുടെ പേര് റോണ് എന്നാണ്. അതുപോലെ 2ാമത്തെ ആള് ഒരു പെണ്ണാണ് കേട്ടോ. അവള് ദിയ, പിന്നെ ഒരു ചോട്ട വില്ല്. അങ്ങനെ ഇവര് 3 പേരും കൂടെ ആ ഒരു വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ മഴയും കാറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം ഇനി സ്കൂളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന ഒരു സന്തോഷത്തിലാണ് ഇവര്. ഈ സമയത്താണ് ഇവരുടെ അച്ഛൻ നേരെ അങ്ങോട്ടേക്ക് വരുന്നത്. 3 പേര് നല്ല പൊളിച്ച ചീത്ത വിളിക്കുകയാണ്. മര്യാദക്ക് വന്ന് വണ്ടിയിൽ കയറാനും പറയുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വാർണിംഗ് മെസ്സേജ് ഇവർ കേൾക്കുകയാണ്. അല്പനേരത്തിനുള്ളിൽ കൊടുങ്കാറ്റും പേമാരിയും ഈ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പരമാവധി ഈ ഒരു ടൗണ് വിട്ട്, അതായത് അനിവൽ ടൗണ് വിട്ട് പരമാവധി പുറത്തേക്ക് പോകുക എന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വാർണിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ടപാട് തന്നെ പിള്ളേര് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അല്ലാച്ചാ എന്നാ പിന്നെ നമുക്ക് ടൗണ് വിട്ട് പോയാലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അവരുടെ അച്ഛൻ പറയണേ, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇതുപോലെ എത്ര തവണ വാർണിംഗ് വന്നതാ, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അതുകൊണ്ട് നമ്മൾ ഇവിടെ വിട്ട് പോകാനൊന്നും പോകുന്നില്ല, എക്സ്ട്രാ ചെലവാന്നേ. വെറും കഞ്ഞിയായിട്ടുള്ള ഈ ചങ്ങായി മക്കളുടെ സേഫ്റ്റി പോലും നോക്കാതെ ഇവിടെ തന്നെ നിൽക്കാന്ന് പറയാണ്. ഇവിടെ സീൻ കെട്ട ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് ലിസ എന്നൊരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവള് ജോലി ചെയ്യുന്നത് ഒരു മീറ്റ് ഫാക്ടറിയിലാണ്. അപ്പൊ അവിടുത്തെ ആ ഒരു ജോലിയെല്ലാം കഴിഞ്ഞ് ചില ഫയലുമായിട്ട് അവള് വേഗം തന്നെ കാറിലേക്ക് വന്ന് കയറുകയാണ്. ഇതേ സമയത്ത് മീറ്റ്, അതായത് ഇറച്ചി ലോഡ് ചെയ്യാനായിട്ട് ഒരു ട്രക്ക് ഡ്രൈവർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ട്രക്കിൽ ഇപ്പോൾ മീറ്റ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ കഴിഞ്ഞാൽ അയാളുടെ ഡ്യൂട്ടിയും കഴിഞ്ഞു കേട്ടോ. അപ്പൊ പോകാൻ നേരത്ത് ലിസയെ നോക്കിയിട്ട് ഇയാൾ സംസാരിക്കുന്നുണ്ട്, സേഫ് ആയിട്ട് പോയി വരാൻ പറയാണ്. അങ്ങനെ അയാളോടും സംസാരിച്ച് ലിസ അവിടുന്ന് പോവാണ്. ഇപ്പൊ ആ ഒരു ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ ആൾക്കാരും ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഈ ഒരു സ്ഥലം വിട്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു തിരക്കിലാണ് എല്ലാ ആൾക്കാരും. മാത്രമല്ല കാറ്റും മഴയും ഇപ്പോഴും ശക്തമായിട്ട് തന്നെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു കുറവുമില്ല. ഈ സമയത്താണ് ലിസയെ അവളുടെ അമ്മ വിളിക്കുന്നത്. കാറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുന്ന ലിസയെ കണ്ട സമയത്ത് അവളുടെ അമ്മയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. നീ എന്ത് ഈ ചെയ്യുന്നത്? അവനെവിടെ? അവൻ നിന്റെ കാര്യം നോക്കാറില്ലേ? അതായത് ലിസയുടെ കെട്ടിയവനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ലിസ പറയുന്നുണ്ട്, അമ്മേ വെറുതെ എന്റെ കെട്ടിയവനെ കുറിച്ച് കുറ്റം പറയാൻ നിൽക്കണ്ട, അർജന്റ് ആയിട്ട് ഒരു ജോലിക്ക് അവൻ പോയതാണ്, അധികം വൈകാതെ അവൻ ഇങ്ങോട്ടേക്ക് എത്തിക്കോളും. ഇതേ സമയത്ത്
തന്നെ അവളുടെ അമ്മ പറയണ, പിന്നെ നിന്റെ പ്രസവം നിന്റെ ചേച്ചിക്ക് എടുത്തില്ലേ, അതുപോലെ തന്നെ ചെയ്യണം. വെള്ളത്തിൽ വെച്ച് ചെയ്യുന്ന എന്തോ ഒരു ടെക്നിക്കാണ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെയിൻ കുറവായിരിക്കും എന്നൊക്കെ അവളുടെ അമ്മ പറയുന്നത്. പിന്നീട് അവൾ ഫോൺ കട്ട് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ബയോളജിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ ഡെയിലിനെയാണ്. വാർണിംഗ് മെസ്സേജ് കിട്ടിയപാട് തന്നെ അയാൾ കരയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. സുഹൃത്തിനോട് അദ്ദേഹത്തിന്റെ ഒരു പേടിയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് കുറച്ചു നേരം മുന്നേ കടലിലായിരുന്നല്ലോ ഡോക്ടർ ഡെയിൽ. ആ സമയത്ത് അവിടെ ചില കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് വ്യത്യസ്തമായ ചില ഷാർക്കുകൾ കരയിലേക്ക് വരുന്നതായിട്ട് ഈ ഡോക്ടർ ഡെയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്തോ ഒരു അപകടം വരാനിരിക്കുന്നു എന്ന് ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഡോക്ടർ ഡെയിലിന്റെ കൂട്ടുകാരൻ പറയുന്നത്, ഏയ് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിന്റെ തോന്നലായിരിക്കും. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഡെയിലിന്റെ മറ്റൊരു കൂട്ടുകാരനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ജിമ്മി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത്, ഡെയിലെ സംഗതി കുറച്ച് സീരിയസ് ആണ് കേട്ടോ. അതായത് ആ ഒരു കൊടുങ്കാറ്റ്, ഹെൻറി എന്ന് പറഞ്ഞ ഒരു കൊടുങ്കാറ്റ് അധികം വൈകാതെ കരയിലേക്ക് എത്തും. സിറ്റുവേഷൻ ഇതിനേക്കാൾ മോശമാകാൻ പോവുകയാണ്. എന്തായാലും ഇത് അറിഞ്ഞപാട് തന്നെ ഡോക്ടർ ഡെയിൽ വിളിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ഡെക്കോട്ടയാണ്. കാരണം അവളുടെ അമ്മാവനാണ് ഡോക്ടർ ഡെയിൽ, അതായത് അമ്മയുടെ ചേട്ടനാണ്. ഇപ്പൊ ഡെയിൽ ഡെക്കോട്ടയെ വിളിച്ച് കാര്യങ്ങൾ പറയണം, മോളെ ആ ഒരു ഹെൻറി കൊടുങ്കാറ്റ് ആദ്യം എഫക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ടൗണിനെയാണ്, അതായത് അനിവൽ ടൗണിനെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ടൗൺ വിട്ട് നീ പോകണമെന്ന് പറയാണ്. എന്നാൽ ഇത് കേട്ടപ്പോൾ ഡെക്കോട്ട പറയണം, ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല അങ്കിളെ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാന്ന് പറയണം. എന്നാൽ അതിന്റെ റീസൺ എന്താണെന്ന് ഡെയിലിന് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഡെയിൽ പറയണം, മോളെ എനിക്കറിയാം നീ എത്രത്തോളം വിഷമിക്കുന്നുണ്ട്, നിന്റെ അമ്മ പോയതിൽ എന്ത് ചെയ്യാനാ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ. ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ടേക്ക് ഒന്നും പറയണ്ട, ഒരു 1-2 മണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ അങ്ങോട്ടേക്ക് എത്തും, ഞാൻ നിന്നെ കൂട്ടി കൊണ്ടുപോകുന്നു പറയാണ്. അങ്ങനെ അവസാനം ഡെക്കോട്ട സമ്മതിക്കാണ്, അങ്കിളെ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു 3 പിള്ളേരുണ്ടല്ലോ, അവരെയാണ്. റോണ്, അതുപോലെ തന്നെ ദിയ, വില്ല്. അവരെയും കൂട്ടി അവരുടെ അച്ഛനിപ്പോ അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കുട്ടികളുടെ ശരിക്കുള്ള അച്ഛനൊന്നും അല്ല ഈ മനുഷ്യൻ, ഇയാളുടെ പേര് ജോഷ് എന്നാണ്. അപ്പൊ ഈ ജോഷും ഇയാളുടെ ഭാര്യയും കൂടെ ഈ 3 പിള്ളേരെ നോക്കുന്നു എന്ന് മാത്രമാണ്. അതായത് അനാഥയായിട്ടുള്ള പിള്ളേരെ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇവർക്ക് കിട്ടും. ആ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടി മാത്രമാണ് ഈ 3 കുട്ടികളെയും ഇവർ നോക്കുന്നത് കേട്ടോ. ഇപ്പോ ഈ ഒരു ജോഷും ഇയാളുടെ ഭാര്യ ഇരിക്കുന്ന ആ ഒരു ബേസ്മെന്റിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭക്ഷണവും ഉണ്ട്. ഇപ്പൊ ദിയ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അമ്മയെ വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ തരുമെന്ന് ചോദിക്കുമ്പോൾ ആകെ ഒരു മുഷിഞ്ഞ ബ്രെഡ് എടുത്ത് അവർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പറയണം, ഇത് മാത്രമേ ഉള്ളൂ, ഇനി ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പറഞ്ഞേക്കുകയാണ്. അതായത് ആ ഒരു കുട്ടികളോട് യാതൊരു രീതിയിലുള്ള ഒരു സ്നേഹമോ ഒന്നും ഇവർ കാണിക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ അനിവൽ ടൗണിന്റെ ബീച്ച് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പെരും കാറ്റും മഴയും അവിടെ നന്നായിട്ട് വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരമാലകളൊക്കെ അവിടുത്തെ സേഫ്റ്റിയും മതിലുകളൊക്കെ പൊളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് വലിയ അളവിൽ വെള്ളം ടൗണിലേക്ക് ഇപ്പൊ കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു ലേഡി ഉണ്ടല്ലോ ലിസ, അവരെ കാണിക്കുകയാണ്. അവരിപ്പോഴും വീട്ടിലേക്ക് എത്തിയിട്ടില്ല, കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നേരത്തെ കണ്ട ഒരു ട്രക്ക് ഡ്രൈവർ അങ്ങോട്ടേക്ക് വരുന്നത്. അയാളിപ്പോ ലിസയോട് പറയണത്, വണ്ടി നിർത്ത്, അങ്ങോട്ടേക്ക് പോണ്ട, അവിടെ വലിയൊരു മരം വീണ് കിടക്കുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, എന്റെ പിന്നാലെ വാ, സേഫ് ആയിട്ടുള്ള വഴിയിലൂടെ ഞാൻ നിന്നെ കൊണ്ടുപോകാന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ ഭീകരമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ്. രണ്ടുപേരും അതെന്താണെന്ന് നോക്കിയപ്പോ കടലിൽ നിന്നും വളരെ ശക്തമായിട്ട് വെള്ളം ഇങ്ങോട്ടേക്ക് വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ആ ഒരു ട്രക്ക് ഡ്രൈവറും അതുപോലെ തന്നെ ലിസയും ആകെ പേടിച്ചു പോവാണ്. എന്ത് ചെയ്യണമെന്ന് ആ ഒരു നിമിഷത്തിൽ അവൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അവളൊന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് കാറിന്റെ ആക്സിലേറ്റർ ചാവിട്ടി കുട്ടുകയാണ്. നേരെ മുന്നോട്ടേക്ക് തന്നെ പോകുന്നുണ്ട്. എന്തായാലും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ, കാരണം അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതിനെ മരിക്കാൻ വിടാൻ അവൾ തയ്യാറായിരുന്നില്ല. എന്നാൽ അധികം വൈകാതെ തന്നെ അവളിപ്പോ വേഗം വന്ന് ഒരു മരത്തിൽ തട്ടി നിൽക്കുകയാണ്. ആ ട്രക്ക് ഡ്രൈവർ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു മരം വീണ് നിൽപ്പുണ്ടായിരുന്നു. അതിന്റെ ചില്ലകളിൽ അവളുടെ കാറ് കുടുങ്ങി പോവാണ്. കാർ ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നില്ല. ഇതേ നേരം ആ ഒരു ട്രക്ക് ഡ്രൈവർ അയാൾ നോക്കുമ്പോൾ ആ ഒരു വെള്ളം വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് വരികയാണ്. ഇയാൾ എന്താക്കി, ട്രക്ക് മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുപോവാണ്. കാരണം കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ ഒരു റോഡുണ്ട്, അത് നേരെ ഒരു മലയുടെ മുകളിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് കയറാം എന്നുള്ള ആ ഒരു പ്ലാനിൽ ഇയാൾ വേഗം അങ്ങോട്ടേക്ക് ഓടിച്ചെത്തി ആ ഒരു റോഡിലേക്ക് ട്രക്ക് കയറ്റുന്നതിന് മുന്നേ തന്നെ വെള്ളം അങ്ങോട്ടേക്ക് വരികയാണ്. ആ ഒരു ട്രക്കിനെ അടിച്ചലക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ വെള്ളത്തിൽ ലിസയും പെട്ടുപോകണം. അവളുടെ കാറും ആ ഒരു വെള്ളത്തിൽ തട്ടി തെറിച്ചു പോകുന്നുണ്ട്. ഇതേ സമയത്ത് ഡെക്കോട്ടയെ കാണിക്കുകയാണ്. അവളും എന്തോ ഒരു ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, വെള്ളം ഒഴുകി വരിക. അവളിപ്പോ വീടിന്റെ 2ാം നിലയിലേക്ക് ഓടി കയറുകയാണ്. അപ്പോഴേക്കും വീട്ടിന്റെ ഉള്ളിലേക്ക് വെള്ളം ഇരച്ച് കയറിയിട്ടുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് അനാഥയായിട്ടുള്ള ഒരു 3 പിള്ളേരുണ്ടല്ലോ, റോൺ, വിൽ, ദിയ, അവരെയാണ്. അവരും ഇതുപോലെ എന്തോ ഒരു ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ വളരെ വേഗത്തിൽ വെള്ളം വരുന്ന കാണുന്നത്. പേടിച്ചു പോയ ഇവർ ഈ ഒരു കാര്യം വന്നിട്ട് ഇവരുടെ വളർത്തച്ഛനായിട്ടുള്ള റോഷനോട് പറയുന്നുണ്ട്. എന്നാൽ അല്പം മദ്യം കഴിച്ചിട്ടുണ്ട് തോന്നി ഇയാള് പറയുന്നത്, എന്തോ നാടെ എപ്പം നോക്കിയാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വന്നോണ്ടിരിക്കും, മഴ, വെള്ളം, കൊടുങ്കാറ്റ്, ഇതൊക്കെ ഇടക്കിടക്ക് വരാറുള്ളതല്ലേ, എന്തിനാ ഇത്ര കാര്യമാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇയാളൊന്ന് ബേക്കിലേക്ക് തിരിഞ്ഞു നോക്കിയതാട്ടോ. അതായത് വീടിന്റെ ഗ്ലാസിന്റെ പകുതിയോളം ഇപ്പൊ വെള്ളമായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രഷർ താങ്ങാൻ കഴിയാതെ ഇപ്പൊ ആ ഒരു
ഗ്ലാസ് പൊട്ടി വീട്ടിന്റെ ഉള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ആ കാറിന്റെ ഉള്ളിൽ പെട്ടുകിടക്കുന്ന ലിസയാണ്. ഒരു കൺട്രോളും ഇല്ലാതെ ഈ കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി അവസാനം ഒരു മരത്തിൽ ചെന്ന് തട്ടുന്നുണ്ട്. അതിന്റെ വലിയൊരു ശിഖരം വന്നിട്ട് ആ ഗ്ലാസിന്റെ ഉള്ളിലൂടെ കാറിന്റെ ഉൾഭാഗത്തേക്ക് തുളച്ചു കയറുകയാണ്. അതിന്റെ കവിട്ട പോലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് അവളുടെ വയറിന്റെ ഭാഗത്ത് വന്ന് കുടുങ്ങുന്നുണ്ട്. അതായത് ഒരു രീതിയിലും ലിസയ്ക്ക് അനങ്ങാൻ കഴിയാത്ത രീതിയിൽ അവളിപ്പോ ട്രാപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ട്രക്ക് അത് വെള്ളത്തിൽ ഒലിച്ചിങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ശില്പമുണ്ട്, ഒരു പ്രതിമ. അതിൽ തട്ടിയിട്ട് ഈ ട്രക്കിന്റെ ആ ഒരു കണ്ടെയ്നർ ഭാഗം ഉണ്ടല്ലോ അതങ്ങോട്ട് പൊട്ടുകയാണ്. ശരിക്കും അതിന്റെ ഉള്ളിൽ എന്താണ്, ആ ഒരു മീറ്റ് കമ്പനിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാനിരുന്ന ഇറച്ചിയും മീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ആ ഒരു കണ്ടെയ്നർ പൊട്ടിയപ്പോൾ ഇതെല്ലാം പുറത്തേക്ക് വരികയാണ്. അതിന്റെ ആ ഒരു രക്തം വെള്ളത്തിൽ കലരുന്നുണ്ട്. വെള്ളത്തിൽ കലർന്നാൽ എന്ത് സംഭവിക്കും, അതിന്റെ മണം പെട്ടെന്ന് കടലിലെ സ്രാവുകൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ മണം കിട്ടിയ ഭാഗത്തേക്ക് ഇവറ്റകൾ വരുന്നുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം നമുക്ക്. ഇതേ നേരം തന്നെ ഇവിടെ ആകെ വെള്ളം നിറഞ്ഞല്ലോ. ഇപ്പൊ ഒരു 2 കൂട്ടുകാര് അവരിവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് തോണിയിൽ അങ്ങനെ തുഴഞ്ഞ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവരൊരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആരാണ്, നമ്മുടെ ലിസ. കാറിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ അവൾ അവിടെ ട്രാപ്പായി നിൽക്കുകയാണല്ലോ. അപ്പൊ അവളുടെ ആ ഒരു നിലവിളി കേട്ട ആ കൂട്ടത്തിലെ ഒരു താടിക്കാരൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നേരെ ലിസയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഭയന്ന് വിറച്ച് കരഞ്ഞോണ്ടിരിക്കുന്ന ലിസയോട് അയാൾ പറയുന്നുണ്ട്, മേഡം നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ രക്ഷപ്പെടുത്താന്ന് പറയണം. ഇപ്പൊ ഈ താടിക്കാരൻ മറ്റയാളോട് പറയുന്നത്, എടാ നീ ആ ഒരു കട്ടെടുത്തിട്ട് വാ, നമുക്ക് കാറിന്റെ ഈ ഒരു ഡോറ് മുറിച്ച് ഇവരെ പുറത്തേക്ക് ഇറക്കാന്ന് പറയണം. അങ്ങനെ ഈ താടിക്കാരന്റെ കൂട്ടുകാരനും ആ ഒരു കട്ടർ എടുത്തുകൊണ്ട് പുറത്തേക്ക്, അതായത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കട്ടറുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇയാളെ കാണാതാവുകയാണ്. വെള്ളത്തിനടിയിലേക്ക് ഇയാൾ ആരോ വലിച്ചുകൊണ്ടുപോവാണ്. ഇവനിതെവിടെ പോയി എന്ന് നോക്കാനായിട്ട് താടിക്കാരൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഈ താടിക്കാരന്റെ കൂട്ടുകാരൻ വെള്ളത്തിന്റെ മുകളിലേക്ക് പൊന്തി വരിക. ആ സമയത്ത് അയാളുടെ ഒരു കൈയില്ലായിരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ആകൊരു ഞെട്ടലായിരുന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ വെള്ളത്തിനടിയിൽ നിന്നും ചാടി വന്നൊരു ഷാർക്ക് ഈ താടിക്കാരന്റെ കൂട്ടുകാരനെ വലിച്ചുകൊണ്ടുപോവാണ്. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വീടിന്റെ മുകളിൽ അവിടെയായിരുന്നു നമ്മുടെ ഹീറോയിൻ ഡെക്കോട്ട ഉണ്ടായിരുന്നത്. അവൾ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നിങ്ങൾ കയറി നിൽക്ക്, ഇവിടെ മുഴുവനും സ്രാവുകളാണ്. ഡെക്കോട്ട ഉറക്കനെ വിളിച്ചു പറഞ്ഞ ഈ ഒരു കാര്യം ആര് കേൾക്കുന്നുണ്ട്, തകർന്നു കിടക്കുന്ന ഒരു ട്രക്ക് ഉണ്ടല്ലോ അതിൽ ആ ഒരു ഡ്രൈവറും കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് പേടിച്ച് ഇയാൾ വേഗം എന്താക്കി, ആ ഒരു ട്രക്കിന്റെ ഡോറ് തള്ളി തുറന്ന് ഇയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ ഷാർക്ക് ഇയാൾ അറ്റാക്കിയാണ്, കൊന്നുകളയാണ്. ഇത് നേരിട്ട് കണ്ട ആ ഒരു താടിക്കാരൻ എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിസയുടെ ആ ഒരു കാറിന്റെ മുകളിലേക്ക് ഓടി വലിഞ്ഞ് കയറാൻ നോക്കുമ്പോഴേക്കും അയാളുടെ അടുത്തേക്ക് വന്നൊരു ഷാർക്ക് ഇയാളെയും അറ്റാക്കിയാണ്. അങ്ങനെ ലിസ നോക്കി നിൽക്കെ വളരെ ബ്രൂട്ടലായിട്ട് അവളുടെ മുന്നിൽ വെച്ച് ആ താടിക്കാരനെയും ഈ സ്രാവുകൾ കടിച്ച് കീറി കൊന്നുകളയാണ്. ആ സമയത്ത് ലിസയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ നരഭോജികളായ ആ സ്രാവിന്റെ അരികിൽ അവൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഡോക്ടർ ഡെയിലിനെയാണ്. അതായത് ഡെക്കോട്ടയെ കൂട്ടാൻ വേണ്ടിയിട്ട് അവളുടെ ആ ഒരു ഏരിയയിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇവരൊരു വാർത്ത കാണുന്നത്. അതായത് ആനിവൽ ടൗണിന്റെ ആ ഒരു സൈഡ് മുഴുവനായിട്ടും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് പോകാനുള്ള എല്ലാ റൂട്ടിലും വെള്ളമാണ്. അപ്പൊ എന്തായാലും കാർ എടുത്തുകൊണ്ട് അവളെ കൂട്ടാനായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, റിപ്പോർട്ടേഴ്സ് ആണ്. അപ്പൊ അവരുടെ വാഹനത്തിൽ ഒരു ബോട്ട് ഘടിപ്പിച്ചുകൊണ്ട് നേരെ ആനിവൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ആ റിപ്പോർട്ടേഴ്സ് ഡോക്ടർ ഡെയിലുമായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് ഡെയിലിനെ സഹായിക്കാനൊന്നുമല്ല, അവർക്ക് അവിടെ എത്തിയിട്ട് ന്യൂസിന് ആവശ്യമായിട്ടുള്ള വീഡിയോ ഫുട്ടേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ പിള്ളേരുണ്ടല്ലോ, റോൺ, വിൽ, ദിയ, ഇവര് അവരുടെ ആ ഒരു വീടിന്റെ 2ാമത്തെ നിലയിലാണ്. അവരുടെ വളർത്തച്ഛനും അതുപോലെ തന്നെ അമ്മയും കൂടെയുണ്ട്. എന്നാൽ എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയയും ഇവർക്ക് 2 പേർക്കും ഇല്ല. ഈ സമയത്താണ് നമ്മുടെ റോൺ ഒരു ഐഡിയ പറയുന്നത്. അതായത് ഇവരുടെ കയ്യിലുള്ള ആ ഒരു കാറ്, അതിന്റെ സൈലൻസർ അത് താഴെയല്ല അതിന്റെ മുകൾ ഭാഗത്തേക്ക് അതിന്റെ കുഴല് നീട്ടി വെച്ചിട്ടുണ്ട്. അതായത് വെള്ളത്തിലൂടെയും ആ ഒരു കാറ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാം, ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ജോഷിനും അയാളുടെ ഭാര്യയ്ക്കും അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവര് 2 പേരും നേരെ വീടിന്റെ താഴേക്ക് ഇറങ്ങിയിട്ട് ഷെഡിന്റെ ഭാഗത്തേക്ക് പോകണം. അവിടെയാണ് കാറുള്ളത്. പിള്ളേര് 3 പേരും ആ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ടൊരു കാര്യം ഇപ്പൊ അവിടെ കാണുകയാണ്. ഒരു വലിയ സ്രാവ് ആ വെള്ളത്തിലൂടെ ക്രോസ് ആയി പോകുന്നത് അവര് ശരിക്കും തൊട്ടടുത്ത് നിന്ന് കണ്ടു കേട്ടോ. എന്നാൽ ഈ വെള്ളത്തിൽ സ്രാവ് ഉണ്ട് എന്നുള്ള കാര്യം ആർക്കറിയില്ല, ജോഷിനും ഇയാളുടെ ഭാര്യയ്ക്കും അറിയില്ല. അങ്ങനെ ഇവർ 2 പേരും നേരെ ആ ഒരു കാർ ഷെഡിലേക്ക് പോയിട്ട് കാറിന്റെ ഡോറ് തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ജോഷിന് ഒരു സ്രാവ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇയാളുടെ കൈ ആ ഒരു സ്രാവ് കടിച്ച് വലിച്ചു കൊണ്ടുപോവാണ്. അതുപോലെ തന്നെ ഇത് കണ്ട് പകച്ചു നിൽക്കുന്ന ഇയാളുടെ ഭാര്യ പേടിച്ച് ആ ഒരു കാർ ഷെഡ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു സ്രാവ് വന്നിട്ട് അവളെ കടിച്ചു വലിച്ച് വെള്ളത്തിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ഇതെല്ലാം പിള്ളേര് നേരിട്ട് കാണുന്നുണ്ട്. ആകെ ഭയന്ന് വിറച്ച പിള്ളേര് ഉറക്കനെ നിലവിളിക്കുന്നുണ്ട്. അവർ ആ ഒരു വീട്ടിൽ പെട്ടുകിടക്കാണല്ലോ. ഈ സമയത്താണ് ആ ഒരു കാറിന്റെ ഷെഡിൽ നിന്നും ഇവരുടെ അച്ഛൻ, അതായത് ജോഷ്, പുറത്തേക്ക് വരുന്നത്. എന്നാൽ അയാൾക്കൊരു കൈയില്ലായിരുന്നു, അത് സ്രാവ് കടിച്ചെടുത്ത് കൊണ്ടുപോയില്ലേ. എന്തായാലും ജോഷ് ജീവനോടെ ഉണ്ടല്ലോ. അയാൾ വന്ന് രക്ഷപ്പെടുത്തും എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ റോഷ് ഒരു കാര്യം ചെയ്യുന്നത്. ഇയാൾ ആ കുട്ടികളെ രക്ഷപ്പെടുത്താതെ ഒറ്റയ്ക്ക് കാറിൽ ചെന്ന് കയറി ആ കാറുമായിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ സ്രാവുകൾ അയാളെ വെറുതെ വിട്ടില്ല. കാറിൽ കയറുന്നതിന് മുന്നേ തന്നെ അയാളെ കടിച്ചു വലിച്ച് സ്രാവുകൾ വെള്ളത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. അതായത് കുട്ടികൾ ഇപ്പൊ ആ ഒരു വീട്ടിൽ ഒറ്റയ്ക്കായി പെട്ടുകിടക്കുകയാണ്. വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങാൻ പോലും അവർക്കിപ്പോ ധൈര്യമില്ല. കാരണം വെള്ളത്തിൽ
സ്രാവുകളുണ്ട്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ലിസയെ കാണിക്കുകയാണ്. അതായത് അവൾ ആ ഒരു കാറിന്റെ ഉള്ളിൽ പെട്ടുകിടുകയാണല്ലോ, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ തൊട്ടടുത്തുണ്ടായിരുന്ന വീടിന്റെ രണ്ടാമത്തെ നിലയിൽ സേഫ് ആയിട്ടിരിക്കുന്ന ഡെക്കോട്ടയെ ഇപ്പൊ ലിസ കാണുന്നുണ്ട്. അപ്പൊ ഡെക്കോട്ടയോട് സഹായിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാ ഡെക്കോട്ട പറയാണ്, നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ സ്രാവുകൾ 3 പേരെ കടിച്ചു കയറി കൊന്നത്, എനിക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാനുള്ള ധൈര്യം ഇല്ല എന്ന് പറയാണ്. അങ്ങനെ പേടിച്ച് അവൾ ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ലിസ ദയനീയമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് ദയവ് ചെയ്ത് ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ, എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ഞാൻ ഗർഭിണിയാണ്. ഇത് കേട്ട സമയത്ത് ഡെക്കോട്ടയുടെ മനസ്സ് മാറുകയാണ്. ഇല്ലാത്ത ധൈര്യം ഉണ്ടാക്കിയെടുത്ത് വീടിന്റെ ആദ്യത്തെ ഫ്ലോറിലേക്ക് പോയിട്ട് കിച്ചണിൽ പോയിട്ട് ഒരു കത്തിയെടുത്ത് അവൾ മുകളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. എന്നിട്ട് ജനാലയിലൂടെ അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. വെള്ളത്തിൽ വന്ന് പെട്ട ഒരുപാട് കാറുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ മുകളിലൂടെ ചവിട്ടിയാണ് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. മാത്രമല്ല ഈ ഒരു വെള്ളപ്പൊക്കത്തിൽ ഒരു മരത്തിന്റെ വീട് ഒലിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കോരിയുടെ മുകളിൽ ചവിട്ടി അവൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ദാണ്ടെ തൊട്ട് മുന്നിലൂടെ ഒരു സ്രാവ് പോവുകയാണ്. വെള്ളത്തിലേക്കൊന്ന് കാല് വെക്കാൻ വരെ അവൾക്ക് ഇപ്പൊ ധൈര്യം കിട്ടുന്നില്ല. എന്നാലും തൊട്ടപ്പുറത്ത് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ആ വാഹനത്തിൽ പെട്ടുകിടക്കുകയാണല്ലോ. രണ്ടും കൽപ്പിച്ച് അവൾ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വേഗം തന്നെ ലിസയുടെ കാറിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നുണ്ട്. അതിന്റെ മുകൾ ഭാഗം ഈ എന്താ പറയാ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നില്ല, ടാർപ്പായി പോലത്തെ ഒരു മെറ്റീരിയൽ ആയിരുന്നു. എന്തായാലും ഡെക്കോട്ട കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അത് കീറി ഉള്ളിൽ പെട്ടുകിടക്കുന്ന ലിസയുടെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു മരക്കഷ്ണൊക്കെ മാറ്റി ലിസയെ രക്ഷപ്പെടുത്തിയിട്ട് അവള് നേരെ അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്തായാലും ഡെക്കോട്ട ചെയ്തിരിക്കുന്നത് വളരെ സാഹസികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ജീവൻ പണയം വെച്ചല്ലേ അവൾ ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പൊ രണ്ടുപേരും സേഫ് ആണ്. എന്നാൽ ഇതേ നേരം ഇവരെ കൂട്ടാൻ വന്നോണ്ടിരിക്കുന്ന ഡോക്ടർ ഡെയില് അയാളുടെ കൂട്ടുകാരനായിട്ടുള്ള ജിമ്മിയും കൂടെയുണ്ട്. മാത്രമല്ല മറ്റേ ആ ഒരു 2 റിപ്പോർട്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഇവര് അനിവൽ എന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് ഈ ഡോക്ടർ വെയില് അദ്ദേഹത്തിന്റെ ആ ഒരു ഡിവൈസിൽ ഒരു കാര്യം കാണുന്നത്. ഇയാൾ ഒരു സ്രാവിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബയോളജിസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ കടലിലുണ്ടായിരുന്ന ഒരു വലിയ വൈറ്റ് ഷാർക്ക് ഉണ്ട്. അതിന്റെ ദേഹത്ത് ഒരു ട്രാക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. സാറ്റലൈറ്റിലൂടെ അത് ഇതിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഇവർക്ക് കാണാൻ കഴിയും. ഇപ്പൊ അതിന്റെ ആ ഒരു ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് അനിവൽ എന്ന ആ ഒരു സ്ഥലത്ത് വെള്ളം കയറിയിട്ടുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ആ ഷാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഡെയിലിന്റെ കൂട്ടുകാരൻ ജിമ്മി പറയാണ്, ഡെയിലെ നീ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു 6ഓളം ബുൾ ഷാർക്കുകളെ കണ്ടു എന്ന് പറയുന്നില്ലേ? മിക്കവാറും ഈ വൈറ്റ് ഷാർക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അതിന് മുന്നേ തന്നെ ആ 6 ഷാർക്കുകളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവണം. അതായത് ജിമ്മി അവന്റെ ഒരു സംശയം മാത്രമാണ് പറഞ്ഞത്, യഥാർത്ഥത്തിൽ അത് സത്യമായിരുന്നു. ഇപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആ 2 റിപ്പോർട്ടേഴ്സ് പറയണം, ആഹാ ഇന്ന് ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാക്കണം, ഒരുപാട് വീഡിയോസ് എടുക്കണം, നമ്മുടെ ചാനൽ ഇന്ന് ടോപ്പ് റേറ്റിലേക്ക് കൊണ്ടുവരണമെന്ന് ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. സിറ്റുവേഷൻ എത്ര മോശമാണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ 2 മണ്ടന്മാരും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്തായാലും കാറ് ഡ്രൈവ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് ഇനി അങ്ങോട്ടേക്ക് ഈ വെള്ളത്തിലൂടെ കാർ കൊണ്ട് അവർക്ക് പോകാൻ കഴിയില്ല. ഇവർ കൊണ്ടുവന്ന ആ ഒരു ബോട്ടുമായിട്ടേ മുന്നോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ. എന്നാൽ ആ ഒരു സിറ്റുവേഷൻ കണ്ട സമയത്ത് ഇവരുടെ ഉള്ളിലേക്ക് ചെറിയൊരു പേടി വന്നു. ഇവർ പറയണം, നമുക്കിനി മുന്നോട്ടേക്ക് പോകണോ, തിരിച്ചു പോയിക്കൂടെ? എന്നാൽ ഡോക്ടർ ഡെയിലി പറയണം, ഒരു കാരണവശാലും തിരിച്ചു പോകാൻ പറ്റില്ല, ആ ഭാഗത്തൊക്കെ വെള്ളം കയറി കഴിഞ്ഞു. ഇനിയുള്ള ഏക മാർഗം എന്ന് പറയുന്നത് നേരെ ആനിവലിലേക്ക് ഈ ഒരു ബോട്ട് വെച്ച് പോകുന്നതാണ്, അതല്ലാതെ മറ്റൊരു രക്ഷയില്ല എന്ന് പറയണം. അതുപോലെ ആനിവലിലേക്ക് പോകാനായിട്ട് ഏകദേശം ഇനിയും 100 കിലോമീറ്ററോളം ഉണ്ട്. എന്തായാലും ആ ഒരു ശക്തമായ കാറ്റത്തും മഴയത്തും ഇവർ ആ ഒരു ബോട്ട് എടുത്തുകൊണ്ട് നേരെ അനിവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ അനിവലിൽ പെട്ടുകിടക്കുന്ന ആ 3 പിള്ളേരെ കാണിക്കുകയാണ്. വീടിന്റെ 2ാമത്തെ നിലയിലാണ് അവരിപ്പോൾ ഉള്ളത്. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ അവർ സേഫ് ആണ് കേട്ടോ. പക്ഷെ ആ ഒരു ഷാർക്ക് എങ്ങാനും ഉള്ളിലേക്ക് കയറി വന്നാൽ അത് വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദിയ പതിയെ ചെന്നിട്ട് വീടിന്റെ ആ ഒരു ഡോറ് അത് അടക്കാൻ നോക്കുന്ന സമയത്ത് വെള്ളത്തിലൂടെ പതിയെ നമ്മുടെ ആശാൻ, അതായത് സ്രാവ് ഉള്ളിലേക്ക് കയറി. അവളാകെ പേടിച്ചു പോയി കേട്ടോ. വേഗം തന്നെ അവള് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ടേബിളിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതായത് ഇവര് 3 പേരും, റോണും വില്ലും ദിയ, ഇവര് 3 പേരും ആ ഒരു ടേബിളിന്റെ മുകളിലായിരിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൽ ഇപ്പോൾ ആ ഒരു ഷാർക്കും ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് 3 പിള്ളേർക്കും യാതൊരു ഐഡിയ ഇല്ല. ഈ സമയത്താണ് ദിയ ഒരു കാര്യം പറയുന്നത്. അതായത് അച്ഛനും അമ്മയും ബേസ്മെന്റിൽ ഒരുപാട് ഫുഡ് ഫ്രിഡ്ജിൽ വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, കുറെ മീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് ചെന്നിട്ട് അതെടുത്ത് ഇവറ്റകൾക്ക് അതിട്ട് കൊടുക്കാം, എന്നിട്ട് അവറ്റകളുടെ ശ്രദ്ധ തിരിക്കാലോ, പിന്നീട് നമുക്ക് രക്ഷപ്പെടാം. ഇതേ സമയത്ത് തന്നെ റോണ് പറയണ, ബേസ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗണ്ണുണ്ട്, ഗണ്ണ് കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഇവരുടെ ശ്രദ്ധ തിരിച്ചു വേണമെങ്കിൽ ഇവറ്റകളെ കൊന്നും കളയാം. അങ്ങനെ ഈ ഒരു പ്ലാനിൽ ഇവർ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളത്തിൽ നിന്നും എന്തോ ഒന്ന് പൊന്തി വരികയാണ്. സ്രാവാണെന്ന് കരുതിയിട്ട് 3 പേരും ഞെട്ടിത്തരിച്ചുപോയി. എന്നാൽ അത് സ്രാവായിരുന്നില്ല, ഇവരുടെ അച്ഛനായിട്ടുള്ള ജോഷ് ആയിരുന്നു കേട്ടോ. നിറയെ പരിക്കുകളോട് കൂടിയിട്ട് ഇയാൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇയാളെ നോക്കിയിട്ടാണ് ശരിക്കും ആ ഒരു സ്രാവ് വീടിന്റെ ഉള്ളിലേക്ക് കയറി വന്നത് തന്നെ. ഇപ്പൊ ഈ ഒരു ജോഷി എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ ആ ഒരു ടേബിളിന്റെ മേലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഡെക്കോട്ടെ കാണിക്കുകയാണ്. അതായത് അവളുടെ വീടിന്റെ മുകളിലേക്ക് അവൾ വലിഞ്ഞ് കയറിയിട്ട് കുറേയധികം തുണികൾ അത് ആ വീടിന്റെ മുകളിൽ ഒരു പ്രത്യേക രീതിയിൽ വെച്ച് ഹെൽപ്പ് എന്ന് എഴുതി വെക്കുകയാണ് അവള്. അതായത് മുകളിലൂടെ വല്ല ഹെലികോപ്റ്ററും പോവുകയാണെങ്കിൽ ഇത് കണ്ട് രക്ഷപ്പെടുത്താനായിട്ട് അവര് താഴേക്ക് ഇറങ്ങി
വരുമല്ലോ എന്നൊരു പ്രതീക്ഷയിലാണ് ഡെക്കോട്ട ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിനുശേഷം അവൾ വീടിന്റെ ആ ഒരു ടോപ്പ് ഫ്ലോറിലേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ലിസയ്ക്ക് വല്ലാത്ത വയറുവേദന വരുന്നുണ്ട്. അതായത് പ്രസവ വേദന തന്നെയാണ്. ഇതേ നേരം ഡെക്കോട്ടയെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഡെയിലിനെ കാണിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ ഇവരുടെ ഫോൺ ഉപയോഗിച്ച് പുറത്തേക്ക് യാതൊരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സിഗ്നലോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഡെയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിട്ട് സംസാരിക്കുന്നത് ഒരു വാക്കി ടോക്കി ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ അതിലൂടെ സംസാരിക്കുമ്പോൾ ശബ്ദം അത്ര ക്ലിയറോ അല്ല. എന്നാലും കിട്ടിയ വിവരങ്ങൾ വെച്ച് ഇവർ മുന്നോട്ടേക്ക് തന്നെ പോവാണ്. ഈ സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ചോദിക്കുകയാണ്, അല്ല ഡോക്ടർ ഡെയിൽ, നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും ഒരു ഷാർക്കുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ബയോളജിസ്റ്റായി മാറിയത്? ഈ സമയത്ത് ഡോക്ടർ ഡെയിൽ ആ ഒരു കാര്യം പറയണം. അതായത് ഇയാൾ ജീവിച്ചിരുന്നത് ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു. അവിടെ വലിയൊരു നദി ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന എല്ലാവർക്കും ഭയങ്കര പേടി ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ആ നദിയിലെ നീർനായകൾ. അതിനെ പേടിച്ച് ആരും അധികം അങ്ങോട്ടേക്ക് ചെല്ലാറില്ല. അങ്ങനെ ഒരു ദിവസം ഇവരെല്ലാവരും പേടിച്ചിരുന്ന ആ ജീവികൾ പേടിക്കുന്നത് ഡെയിൽ കണ്ടു. അതിന്റെ കാരണക്കാർ അവിടേക്ക് എത്തിയ ബുൾ ഷാർക്കുകളായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ഷാർക്കുകളോട്, സ്രാവുകളോട് ഡെയിലിന് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അങ്ങനെ പതിയെ പതിയെ അവരെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയാണ് സ്രാവുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഗവേഷകനായിട്ട് ഡോക്ടർ ഡെയിൽ മാറിയത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർ ഡെയിൽ ഈ റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് പറയുന്ന സമയത്താണ് ഇവരുടെ ഒരു ടാബില് പെട്ടെന്ന് സിഗ്നൽ വരുന്നത്. സിഗ്നൽ വന്ന പാടിന് ഒരു കാര്യം കണ്ട് ഡോക്ടർ ഡെയിൽ ആകെ ഞെട്ടിപ്പോവാണ്. അതായത് 3 വർഷമായിട്ട് ഇവർ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ വൈറ്റ് ഷാർക്ക് ഉണ്ടല്ലോ, അതിതാ ഈ ഒരു ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ കുറച്ചധികം വർഷങ്ങളായിട്ട് ഇവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാടധികം ബുൾ ഷാർക്കുകൾ, അവറ്റകളും ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം ആ ഒരു ട്രക്ക് തകർന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു മീറ്റ്, ആ രക്തം, അതിന്റെ സ്മെല്ല് കൊണ്ടാണ് ഇവറ്റകളെല്ലാം ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ കാണിക്കുന്നത് വീണ്ടും നമ്മുടെ പിള്ളേരെയാണ്, റോണ്, വില്ല്, ദിയ. ഇപ്പൊ ഇവരുടെ കൂടെ ഇവരുടെ ആ ഒരു വളർത്തച്ഛനുണ്ട് കേട്ടോ. ഒരു കൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇയാൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇയാൾ ഈ സമയത്ത് ഒരു കാര്യം വളരെ സെൽഫിഷ് ആയിട്ട് പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയിട്ട് ആരെങ്കിലും കൂട്ടി ഇങ്ങോട്ടേക്ക് വാ, എന്നൊന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറയാണ്. ഇയാൾക്ക് ഇപ്പോഴും ഇയാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, അത് മാത്രമേ ഉള്ളൂ. വളരെ സെൽഫിഷ് ആയിട്ട് ഇയാൾ സംസാരിക്കുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിലൂടെ ഒലിച്ചു വന്ന ഒരു കത്ത് ഇവർക്ക് കിട്ടുന്നുണ്ട്. അത് വായിച്ചു നോക്കിയപ്പോൾ റോണും ദിയും ഞെട്ടിപ്പോവാണ്. അതായത് അനാഥരായിട്ടുള്ള ഈ 3 പിള്ളേരെ നോക്കുന്നതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു മാസം $1500 ഇവർക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയോളം വരും. ഇത്രയും കാശ് കിട്ടിയിട്ടും ഈ നായ്ക്കള് ഈ പിള്ളേർക്ക് തിന്നാൻ കൊടുത്തിരുന്നത് വെറും ചീഞ്ഞ ബ്രെഡാണ്. ഇത് മനസ്സിലാക്കി ദേഷ്യം വന്ന ദിയും റോണും അത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കേട്ട സമയത്ത് ജോഷ് പറയണം, ആഹാ, എന്നോട് ശബ്ദം ഉയർത്തി സംസാരിക്കാൻ മാത്രം നിങ്ങൾ വളർന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരെ തല്ലാൻ നോക്കുകയാണ്. പിള്ളേര് വെറുതെ വിടുവോ? കൈ പിടിച്ച് 4 കുത്തം കൊടുക്കുകയാണ്. ഇയാൾ നേരെ വെള്ളത്തിലേക്ക് വീണു. അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്രാവുകൾ ഇയാളെ കടിച്ചു കയറുന്നുണ്ട്. പിള്ളേര് മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. എന്തായാലും ഇതിനുശേഷം ഇങ്ങനെ വെറുതെ ഇരുന്നുകൊണ്ട് കാര്യമില്ല, രക്ഷപ്പെടാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിലാക്കിയവര് നേരത്തെ അവരിട്ട് ആ ഒരു പ്ലാൻ ഉണ്ടല്ലോ, അത് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. അതായത് റോണ് നേരെ ബേസ്മെന്റിലേക്ക് പോയിട്ട് ഫ്രിഡ്ജിൽ പൂട്ടി വെച്ച ആ ഒരു മീറ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ വെച്ച് ആ ഒരു ഗണ്ണും എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് എടുക്കുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ടേക്ക് വലിയൊരു ഷാർക്ക് പതിയെ വരികയാണ്. ഇത് ദൂരെ നിന്നും കണ്ട റോണ് വേഗം തന്നെ ആ ഒരു ഗണ്ണെടുക്കാതെ ആ മീറ്റ് മാത്രം അവിടെ നിന്നെടുത്ത് നേരെ മുകളിലേക്ക് വരികയാണ്. ഇപ്പൊ അവനെ കണ്ട ഷാർക്ക് അവനെ കടിക്കാനായിട്ട് അവന്റെ പിന്നാലെ വരുന്നുണ്ട്. എന്നാൽ വേഗത്തിൽ നീന്തി മുകളിലേക്ക് പോയ റോണ് വേഗം തന്നെ ആ ഒരു ടേബിളിന്റെ മുകളിലേക്ക് ചാടി കയറുകയാണ്. അവന്റെ തൊട്ട് പിന്നാലെ ആ ഒരു ഷാർക്ക് ഉണ്ടായിരുന്നു. ജസ്റ്റ് മിസ് എന്ന് പറയാം. എന്നാലും ഇപ്പൊ ഇവര് 3 പേരും സേഫ് ആയിട്ട് ആ ഒരു ടേബിളിന്റെ മുകളിൽ തന്നെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലിസയും ഡെക്കോട്ടയും കാണിക്കുന്നുണ്ട്. ലിസയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രസവ വേദന വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ലിസയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും, അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ഡെക്കോട്ട തീരുമാനിക്കുകയാണ്. എന്നാൽ എങ്ങനെ രക്ഷപ്പെടുത്തും? കുറച്ചുനേരം ആലോചിച്ചപ്പോഴാണ് ഡെക്കോട്ടയ്ക്ക് അത് ഓർമ്മ വന്നത്. അതായത് കാറിൽ നേരത്തെ ലിസ പെട്ടുകിടുന്ന സമയത്ത് അവളെ രക്ഷിക്കാനായിട്ട് 2 പേര് വന്നായിരുന്നല്ലോ. അവരുടെ ആ ഒരു ബോട്ട് അത് ഇവിടെ എവിടെയുണ്ട്, അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എന്നാൽ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ മാത്രമുള്ള ധൈര്യം അവൾക്ക് ഇപ്പൊ കിട്ടുന്നില്ല കേട്ടോ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ലിസയുടെ ആ ഒരു കരച്ചിൽ കേട്ടപ്പോൾ ഡെക്കോട്ട അവളുടെ പേടിയെല്ലാം മറക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവള് നേരെ റൂമിലേക്ക് വന്നിട്ട് എന്തൊക്കെയോ ചെയ്യാണ്. പതിയെ പതിയെ വെള്ളം അവിടെ കയറുന്നുണ്ട്. അധിക നേരം ഇനി ഇവിടെ നിൽക്കാനും പറ്റില്ല. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. എന്തായാലും ഡെക്കോട്ട ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ട് ലിസ ചോദിക്കാണ്, നീ എന്തേ ചെയ്യുന്നത്? ഇപ്പൊ ഡെക്കോട്ട പറയാണ്, എന്റെ അങ്കിള് ഈ സ്രാവുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ബയോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അങ്കിൾ എനിക്ക് ഈ സ്രാവുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയൊരു വൈബ്രേഷൻ അത് വെള്ളത്തിൽ വരുമ്പോഴാണ് ഇത് മനസ്സിലാക്കി സ്രാവുകൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ അവറ്റകളുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഇവിടെ ഒരു ഐഡിയ ചെയ്യാൻ വേണ്ടി പോകണം. അതായത് വീട്ടിലുണ്ടായിരുന്ന ഡ്രിമ്മേഴ്സ് അങ്ങനെയുള്ള ചെറിയ വൈബ്രേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഓരോ കവറിലിട്ട് അവൾ അത് ഓണാക്കുകയാണ്. എന്നിട്ട് വെള്ളത്തിന്റെ പല ഭാഗത്തേക്ക് അത് ഇട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈബ്രേഷൻ അത് കേൾക്കുന്ന സമയത്ത് പതിയെ പതിയെ സ്രാവുകൾ അങ്ങോട്ടേക്ക് പോകും, അവറ്റകളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകും. സോ ഈ ഒരു ഗ്യാപ്പിന് വെള്ളത്തിലേക്ക് ഇറങ്ങിയ ഡെക്കോട്ട നേരെ അവിടെ കണ്ട ആ ഒരു ബോട്ടിന്റെ അടുത്തേക്ക് പതിയെ പതിയെ നീന്തി പോവാണ് കേട്ടോ. എന്തായാലും ആ ഒരു കവറിലുണ്ടായിരുന്ന ആ ഒരു വൈബ്രേഷൻ സൗണ്ട് കേട്ട് ഷാർക്കുകൾ അങ്ങോട്ടേക്ക് വന്ന് അത് പെട്ടെന്ന് താഴേക്ക് കടിച്ചു വലിക്കുന്നുണ്ട്. ഇതെല്ലാം ഡെക്കോട്ട ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവള് വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പോവാണ്. എന്നാൽ
അപ്പോഴേക്കും അവൾ വെള്ളത്തിൽ ഇട്ടുകൊടുത്ത ആ ഒരു കവർ മുഴുവനും ഷാർക്കുകൾ കടിച്ചു വലിച്ചെടുക്കുകയാണ്. ഇപ്പൊ ഡെക്കോട്ട നീന്തുന്ന ആ ഒരു ശബ്ദം അത് ഷാർക്കുകൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് രണ്ട് ഭാഗത്തു നിന്നും ആ ഒരു ഷാർക്ക് വരികയാണ്. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതായത് ബോട്ട് കുറച്ചുകൂടെ അകലെയാണ്, നീന്തി അങ്ങോട്ടേക്ക് എത്താൻ ഒരിത്തിരി കൂടെ സമയം വേണം. എന്നാൽ ആ രണ്ട് ബുൾ ഷാർക്കുകളും അവളുടെ അടുത്തേക്ക് എത്താനായ സമയത്ത് അത് രണ്ടും വഴി മാറിപ്പോവാണ്. എന്താ സംഭവിച്ചെന്ന് ഡെക്കോട്ടയ്ക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. എന്താ ശരിക്കും സംഭവിച്ചെന്ന് അറിയോ? ആ വലിയ സ്രാവുണ്ടല്ലോ, വൈറ്റ് ഷാർക്ക്, അത് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതിനെ കണ്ടാണ് ഈ രണ്ട് ബുൾ ഷാർക്കുകളും അവിടുന്ന് പോയിട്ടുള്ളത്. മാത്രമല്ല ആ വൈറ്റ് ഷാർക്ക് അവളുടെ കാലിന്റെ അടിയിലൂടെയാ പോകുന്നത്. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ഡെക്കോട്ടയ്ക്ക് മനസ്സിലായില്ല കേട്ടോ. അവൾ എന്തായാലും ഈ ഒരു ഗ്യാപ്പിന് നീന്തി ആ ഒരു ബോട്ടിലേക്ക് കയറുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ 3 പിള്ളേരെയാണ്. അതായത് താഴെ ബേസ്മെന്റിലേക്ക് പോയിട്ട് റോൺ ഒരു പാക്കറ്റ് ഈ മാംസവും അതുപോലെ തന്നെ ഒരു പെട്ടിയുമായിട്ട് മേലേക്ക് കയറി വന്നല്ലോ. എന്തായാലും സ്രാവുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ ഇപ്പോൾ മാംസം ഉണ്ട്. എന്നാൽ അവറ്റകളെ കൊല്ലാനായിട്ടുള്ള ഗണ്ണില്ല. എന്നാൽ അവൻ എടുത്തു കൊണ്ടുവന്ന ആ ഒരു പെട്ടി അത് തുറന്നു നോക്കിയ സമയത്ത് അതിൽ ഒരുപാട് ഡൈനാമിറ്റ്സ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവന് സന്തോഷമാവുകയാണ് കേട്ടോ. അതായത് ഇവറ്റകളെ കൊല്ലാൻ ഈ ഒരു ഡൈനാമിറ്റ് മതി. അങ്ങനെ സമയം വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. ആ രാത്രി കഴിഞ്ഞു. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഡെക്കോട്ടയുടെ അങ്കിളായിട്ടുള്ള ഡോക്ടർ ഡെയിലും അദ്ദേഹത്തിന്റെ ആ ഒരു ടീമും ഇങ്ങോട്ടേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഡെക്കോട്ടയാണെങ്കിൽ ആ ഒരു കുഞ്ഞി ബോട്ടിന്റെ അടുത്തേക്ക് എത്തിയല്ലോ. അവള് ചെറിയൊരു പലകയെടുത്ത് നേരെ അവളുടെ വീടിന്റെ അടുത്തേക്ക് അതും കണ്ട് തുഴഞ്ഞു വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ മീനിനെല്ലാം പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ഗൺ അവള് കണ്ടു. അതെന്തായാലും എടുത്ത് അവള് കയ്യിൽ വെക്കുന്നുണ്ട്. ഇതേ സമയം ലിസയെ നോക്കുകയാണെങ്കിൽ അവളിപ്പോ സേഫായിട്ട് ആ ഒരു വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രസവ വേദന വരികയാണ്. അധികം വൈകാതെ അവള് പ്രസവിക്കും. മാത്രമല്ല ഈ ഒരു മരത്തിന്റെ വീട് കുറെ നേരം വെള്ളത്തിൽ ഇതിങ്ങനെ മുങ്ങി കിടന്നത് കൊണ്ട് തന്നെ ഇതിന്റെ അടിഭാഗം തകർന്ന് പതിയെ അത് വെള്ളത്തിൽ അങ്ങനെ മുങ്ങിപ്പോവാണ്. അതായത് ലിസ ആ വീടിന്റെ കൂടെ തന്നെ വെള്ളത്തിനടിയിലാണ്. എന്നാൽ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അവള് നീന്തി മുകളിലേക്ക് വന്നു. അധികം വൈകാതെ വെള്ളത്തിൽ വെച്ച് അവളുടെ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ അവള് പ്രസവിക്കുകയാണ്. അവള് പ്രസവിച്ച ആ ഒരു കുഞ്ഞിനെ അതിനെ കയ്യിലേക്ക് എടുത്ത സമയത്ത് ചുറ്റുമുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അവള് മറക്കുകയാണ്. ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ചിരിച്ചുകൊണ്ട് ആ ഒരു കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നാൽ പ്രസവിച്ച സമയത്ത് ഒരുപാട് രക്തം ആ വെള്ളത്തെ കലർന്നിട്ടുണ്ടല്ലോ. അതിന്റെ സ്മെല്ല് കിട്ടി ഒരുപാട് സ്രാവുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് ലിസ കാണുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ആ സ്രാവുകൾ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളെയും അവളുടെ കുഞ്ഞിനെയും ആ സ്രാവുകൾ തിന്ന് തീർത്ത് കളയും. എന്നാൽ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം വരിക അല്ലെങ്കിൽ ദേഷ്യം വരിക ഏത് സമയത്താണ്? അതിന്റെ കുഞ്ഞിനെ, ആ അമ്മയുടെ കുഞ്ഞിനെ ആരെങ്കിലും തൊടാൻ നോക്കുന്ന സമയത്ത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിന്റെ അടുത്തേക്ക് ആരെങ്കിലും പോകാൻ നോക്കിയാൽ കൊത്തി ഓടിപ്പിച്ച് കളയും. അതുപോലെ തന്നെയാണ് എല്ലാ ജീവികളും. ഇപ്പൊ ഇവിടെ വെച്ച് ലിസയ്ക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം വരികയാണ്. ഞാൻ ചത്തിട്ടേ എന്റെ കുഞ്ഞിനെ നീയൊക്കെ തൊടുകയുള്ളെന്ന ഭാവത്തിൽ അവളങ്ങനെ നിൽക്കണം കേട്ടോ. നല്ല ഷാർപ്പായിട്ടുള്ള ഒരു മരത്തടി അവിടെ ഉണ്ടായിരുന്നു. ഈ ഷാർക്ക് വളരെ വേഗത്തിൽ വരുന്ന സമയത്ത് അതിന്റെ വായിലേക്ക് അതങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് അതിന്റെ ദേഹത്ത് അത് തുളച്ചു കയറി. വേദന കൊണ്ട് തന്നെ അത് അവിടുന്ന് തിരിച്ചു പോവാണ്. താൽക്കാലികമായിട്ട് ലിസയ്ക്ക് അവളുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റി. എന്തായാലേ ഒരു സ്ത്രീക്ക് തന്റെ കുഞ്ഞിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് എവിടുന്നാ ഈ ധൈര്യം കിട്ടുന്നത്? എന്തായാലും ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ നമ്മുടെ പിള്ളേരെ കാണിക്കുകയാണ്. അവരുടെ കയ്യിൽ ഇപ്പൊ ഡൈനാമിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു മീറ്റും ഉണ്ട്. ഇപ്പൊ എന്താക്കി ആ ഒരു ഡൈനാമിറ്റ് മീറ്റ് കൊണ്ട് അവർ പൊതിയാണ്. എന്നിട്ട് അതിന് തിരി കൊടുത്തു. എന്നിട്ട് നേരെ വെള്ളത്തിലേക്ക് അത് എറിയാണ്. ഇനിയിപ്പോ ഷാർക്ക് ഇങ്ങോട്ടേക്ക് വരണമല്ലോ. അതിനുവേണ്ടി ഇവർ 3 പിള്ളേരും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളത്തിൽ അടിച്ചുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് 3 സ്രാവുകൾ വരുന്നുണ്ട്. സ്രാവുകൾ വന്ന പാടിനെ പിള്ളേര് സേഫായിട്ട് ആ ഒരു ടേബിളിന്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മീറ്റ് അത് കണ്ടപ്പോൾ ഇവറ്റകൾ ചെന്ന് അത് കടിക്കുകയാണ്. അപ്പൊ തന്നെ ആ ഒരു ഡൈനാമിറ്റ് പൊട്ടുന്നുണ്ട്. ഈ 3 സ്രാവുകളും പൊട്ടിച്ചെതറി പോവാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഡെക്കോട്ട നോക്കുമ്പോൾ അവളിപ്പോ സേഫായിട്ട് ആ ഒരു ബോട്ടിലാണെങ്കിലും വെള്ളത്തിൽ വെച്ച് പ്രസവിച്ച നമ്മുടെ ലിസ അവളിപ്പോഴും വെള്ളത്തിലാണ്. അവളുടെ അടുത്തേക്ക് ഒരു സ്രാവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെക്കോട്ട ഒന്നും നോക്കിയില്ല. അവളുടെ കയ്യിലുണ്ടായിരുന്ന മീനിനെ പിടിക്കുന്ന ആ ഒരു ഗണ്ണുണ്ടല്ലോ അത് വെച്ച് ആ സ്രാവിനെ അടിക്കുകയാണ്. എന്തായാലും അതുകൊണ്ട് ആ ഒരു വേദനയിൽ ഷാർക്ക് അവിടുന്ന് തിരിഞ്ഞു പോവാണ് കേട്ടോ. ഈ ഒരു ഗ്യാപ്പിന് വേഗം തന്നെ അങ്ങോട്ടേക്ക് തുഴഞ്ഞു ചെന്ന് ഡെക്കോട്ട ഇപ്പോ ആ ഒരു ബോട്ടിലേക്ക് ലിസയെ വലിച്ചു കയറ്റി രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെ അതിലൂടെ പോയ ഒരു ഷാർക്ക് ഈ ബോട്ടിന്റെ അടിക്കിട്ട് ഒരു തട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോട്ട് ഇപ്പൊ തലകീഴായി മറിഞ്ഞെടുക്കുകയാണ്. ഇപ്പൊ നിലവിൽ ഡെക്കോട്ടയും അതുപോലെ തന്നെ ലിസയും അവളുടെ കുഞ്ഞും വെള്ളത്തിൽ തന്നെയാണ്. അവരുടെ ചുറ്റും ഇപ്പൊ സ്രാവുകളുണ്ട്. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കറക്റ്റ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഡോക്ടർ ഡെയിലും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും വരുന്നത്. ഡെയിൽ അപ്പൊ തന്നെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മെഷീൻ അത് ഓൺ ആക്കിയിട്ട് വെള്ളത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഇടുകയാണ്. ഒരു പ്രത്യേകതരം വൈബ്രേഷൻ, ഒരു ഷോക്ക് വേവ് അതൊന്ന് വരും. സോ അത് കേട്ട് പേടിച്ച് ഷാർക്കുകൾ അവിടുന്ന് വേഗം തന്നെ പോവുകയാണ്. എന്നാൽ കൂട്ടത്തിൽ ഇച്ചിരി കുറുമ്പ് കൂടിയ ഒരു സ്രാവ് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അത് അവിടുന്ന് പോകാൻ കൂട്ടാക്കാതെ ഡെക്കോട്ടയും അതുപോലെ തന്നെ ലിസയും കടിച്ച് കീറാനായിട്ട് അത് അവരുടെ അടുത്തേക്ക് ഏകദേശം എത്താനായ സമയത്ത് ആ വലിയ വൈറ്റ് ഷാർക്ക് ഉണ്ടല്ലോ അത് വന്നിട്ട് ഈ ബുൾ ഷാർക്കിനെ കടിച്ചെടുത്ത് വെള്ളത്തിന്റെ അടിയിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ മുറിച്ച് കഷ്ണമായി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഡോക്ടർ ഡെയിലിന്റെ കൂടെ വന്ന ഒരു റിപ്പോർട്ടേഴ്സ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ സംഭവം എങ്ങാനും വാർത്തയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ഇന്നത്തെ ട്രെൻഡിങ് ന്യൂസ്. എന്തായാലും ഡെയിൽ
വേഗം തന്നെ ഡെക്കോട്ടയും ലിസയുടെ കുഞ്ഞിനെയും ആ ഒരു ബോട്ടിലേക്ക് വേഗം രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ പിള്ളേര് ഇവര് 3 പേരും ചേർന്നിട്ട് സ്രാവുകളെ കൊന്നല്ലോ. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ ഇവര് നേരെ ആ ഒരു കാർ ഷെഡിലേക്ക് വന്നിട്ട് കാർ എടുത്ത് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അതുപോലെ തന്നെ സേഫ് ആയിട്ട് ബോട്ടിലിരിക്കുന്ന നമ്മുടെ ലിസ ഇപ്പോ ഡോക്ടർ ഡെയിലിന്റെ സുഹൃത്തിനോട് ചോദിച്ച് അവന്റെ ഫോൺ മേടിച്ചിട്ട് ലിസ അവളുടെ അമ്മയെ വിളിക്കുകയാണ്. വീഡിയോ കോൾ ചെയ്തിട്ട് ഭയങ്കര സന്തോഷമുള്ള ആ ഒരു കാര്യം പറയണം കേട്ടോ. അമ്മേ, നിങ്ങളൊരു മുത്തശ്ശിയായി കേട്ടോ, ദാ കുഞ്ഞെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും ലിസയുടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അതുപോലെ തന്നെ ഡോക്ടർ ഡെയിലി ഡെക്കോട്ടയെ ചേർത്ത് പിടിക്കുകയാണ്. ഇനി എന്തായാലും നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കാൻ പോകുന്നില്ല. എന്റെ മോളെ പോലെ തന്നെ ഞാൻ നിന്നെ വളർത്തും. മോളെ പോലെയല്ല, എന്റെ മോളായിട്ട് തന്നെ ഞാൻ വളർത്തും. എന്തായാലും ഇവരെല്ലാവരും വളരെ സേഫ് ആയിട്ട് തന്നെ ഇവിടുന്ന് പോവാണ്. നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ് അല്ലേ? എന്നാൽ അത്ര ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ് അല്ല. അതായത് ഡോക്ടർ ഡെയിലിന്റെ സുഹൃത്തായിട്ടുള്ള ആ സയന്റിസ്റ്റ് ഉണ്ടല്ലോ, അദ്ദേഹം നോക്കുന്ന സമയത്ത് ഇപ്പൊ വന്നിരിക്കുന്ന ഹെൻറി എന്ന് പറഞ്ഞ ഈ ഒരു കൊടുങ്കാറ്റ് ഇതൊന്നുമല്ല, ഇനി വരാനിരിക്കുന്നത് അതിനേക്കാൾ വലിയൊരു കൊടുങ്കാറ്റാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്ന ഡെയിലിന്റെ ആ ഒരു സുഹൃത്തിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു കഥ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ തീർച്ചയായിട്ടും കമന്റിലൂടെ നിങ്ങൾ മറുപടി പറയണം കേട്ടോ. ഇതുപോലെയുള്ള സർവൈവൽ മൂവി വേണമെങ്കിൽ അത് നിങ്ങൾ പറയണം. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.